യൂണിറ്റ് 4 ഗിഫ്റ്റ് ബോക്സ് അതിലെ ആക്ടിവിറ്റി ബുക്കാണ് ഇന്ന് നോക്കുന്നത്. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ചേഞ്ചിങ് മണിയാണ്. അവിടെ നമുക്ക് ₹100 ഏതൊക്കെ രീതിയിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്. 2 തന്നിട്ടുണ്ട്. 250 rupees ആക്കി മാറ്റാം അല്ലെ. 50 rupees plus 50 rupees എന്ന് പറഞ്ഞാൽ 100 rupees ആയല്ലോ. വേറെ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് 50 rupees plus 20 rupees plus 20 rupees plus 10 rupees. അതായത് ഒരു 50 rupeesഉം പിന്നെ 220 rupees. 220 rupees പറഞ്ഞാൽ 40 ആയല്ലോ. അപ്പൊ 50യും 40യും 90 ആയില്ലേ. 90യുടെ കൂടെ ഒരു 10 rupeesഉം കൂടി വന്നപ്പോ 100 rupees കേട്ടോ. ഇനി വേറെ ഏതൊക്കെ രീതിയിലാക്കാം നമുക്ക്? 150 rupees ആക്കാം, then 120 rupees, 310 rupees. അങ്ങനെ ആയാലും എത്രയായി? 100 rupees ആയല്ലോ. 150 rupeesഉം പിന്നെ 120 rupees എന്ന് പറഞ്ഞാൽ 70 rupees ആയി. ബാക്കി 30 rupees നമുക്ക് എങ്ങനെ എടുക്കാം? 10 rupeesന്റെ 3 notes ആക്കാം അല്ലെ. അപ്പൊ അത് അവിടെ എഴുതാം കേട്ടോ. എങ്ങനെയാ എഴുതാം? 50 rupees plus 20 rupees plus 10 rupees plus 10 rupees plus 10 rupees. അടുത്തത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? rupees plus 20 rupees plus 20 rupees plus 20 rupees plus 20 rupees. 520 rupees കേട്ടോ. വേറൊരു രീതി എന്ന് പറഞ്ഞാല് 50 rupeesന്റെ 1 note, 20 rupeesന്റെ 2 notes. അപ്പൊ എത്രയായി? 50 rupeesന്റെ 1 noteഉം 20 rupeesന്റെ 2 noteഉം പറഞ്ഞാല് 90 ആയല്ലോ. പിന്നെ നമുക്ക് 5ന്റെ 2 notes ആക്കാം അല്ലെ. അപ്പൊ 100 ആവൂലോ. അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. 50 rupees plus 20 rupees plus 20 rupees plus 5 rupees plus 5 rupees അങ്ങനെ എഴുതാം. പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 20 rupeesന്റെ 4 noteസും 10 rupeesന്റെ 2 noteസും ആക്കാം അല്ലെ. 20 rupeesന്റെ 2 notes എന്ന് പറഞ്ഞാൽ 40 ആയല്ലോ. പിന്നെ അഗെയിൻ 20 rupeesന്റെ 2 notes എന്ന് പറഞ്ഞാൽ 40 40 80 അല്ലെ. ബാക്കി 20 rupees 10 rupee നോട്ട് ആക്കിയിട്ട് മാറ്റാം കേട്ടോ. 20 rupees plus 20 rupees plus 20 rupees plus 20 rupees plus 10 rupees plus 10 rupees. അടുത്തത് ഹൗ മെനി നോട്ട്സ് ആണ് കേട്ടോ. ₹100 എന്ന് തന്നിട്ടുണ്ട്. അവിടെ കുട്ടികൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ കുട്ടി പറയുന്നത്? ഐ ഗോട്ട് ദ സെയിം 2 notes എന്ന് പറയുന്നത് അല്ലെ. അതായത് 100 rupees ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയത് 2 ഒരേപോലത്തെ നോട്ട്സ് ആണ് എന്നാണ് അല്ലെ. ഏത് സെയിം നോട്ട് 2 എണ്ണം വന്നാലാണ് 100 ആവുക? 50 rupees ആണ് അല്ലെ. 250 rupees വന്നാലല്ലേ 100 ആവുക. അപ്പൊ അവിടെ എഴുതാം കേട്ടോ. 50 rupees 50 rupees എന്ന് എഴുതാം. അടുത്തത് ആ കുട്ടി എന്താ പറയുന്നത്? ഐ ഗോട്ട് ദ സെയിം 5 notes എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എനിക്ക് എന്താണ് 5 ഒരേപോലത്തെ നോട്ട് കിട്ടിയെന്നാണ്. അപ്പൊ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അത് ഏതാ 20 rupees ആണ് അല്ലെ. 20 rupees 5 എണ്ണം വന്നാലല്ലേ 100 ആവുക. ഇനി അടുത്ത കുട്ടി എന്താ പറയുന്നത് നോക്കൂ. ഐ ഗോട്ട് 6 notes എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് 6 notes കിട്ടിയെന്നാ പറയുന്നത് കേട്ടോ. 100 rupees 6 നോട്ടായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെയൊക്കെ ആവാം? 150 rupeesഉം ബാക്കി 50 rupeesഉം നമുക്ക് എന്താക്കാം? 10 rupee നോട്ടായിട്ട് കിട്ടാം അല്ലെ. 5 10 rupee നോട്ട്സ് വേണ്ടേ 50 rupees ആവാനായിട്ട്. അപ്പൊ മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് 6 ആയല്ലോ. അപ്പൊ 150 rupeesഉം then 5 10 rupees കേട്ടോ. അപ്പൊ എങ്ങനെയാ എഴുതാം? 50 rupees 10 rupees 10 rupees 10 rupees 10 rupees 10 rupees. 100 rupees 6 നോട്ട്സ് ആയിട്ട് കിട്ടുന്നത് വേറെ രീതിയിലും കൂടി ചെയ്യാം കേട്ടോ. അതായത് 150 rupeesഉം then 120 rupeesഉം. അപ്പൊ എത്രയായി? 150 rupeesഉം 20 rupees എന്ന് പറഞ്ഞാല് 70 ആയി. then നമുക്ക് 210 rupees എടുക്കാം. 210 rupees എന്ന് പറഞ്ഞാല് എത്രയാണ്? 20 ആണല്ലോ. 70യുടെ കൂടെ 20 വന്നാൽ എത്രയായി? 90 ആയി. then ഒരു 10 rupeesഉം കൂടി അല്ലെ. ആ 10 rupees 5 notes ആക്കാം കേട്ടോ. അങ്ങനെയും ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 100 rupees ആവും കേട്ടോ. അപ്പൊ എങ്ങനെയാ എഴുതാം? 50 rupees 20 rupees 10 rupees 10 rupees 5 rupees 5 rupees. Got 150 rupee note and 4 others എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഒരു 50 rupee നോട്ട്സും 4 other നോട്ട്സും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാം? 150 rupees ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ 50 rupees 20 rupees 10 rupees 10 rupees 10 rupees. അതായത് 50 rupeesന്റെ 20 rupees വന്നാൽ എത്രയായി? 70 ആയല്ലോ. then ബാക്കി 30 rupees 10 rupee നോട്ട്സ് ആയിട്ട് കേട്ടോ. അതായത് 310 rupees. ടോട്ടൽ എത്രയായി? 100 ആയല്ലോ. അടുത്ത കുട്ടി എന്താ പറയുന്നത് നോക്കൂ. ഐ ഗോട്ട് 7 notes എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എനിക്ക് 7 നോട്ട്സ് കിട്ടിയെന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഈ 100 rupees 7 notes ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാം നോക്കാം. 50 rupeesഉം 4 10 rupee നോട്ട്സും. 50 rupeesഉം 4 10 rupee നോട്ട്സും എന്ന് പറഞ്ഞാൽ എത്രയായി? 90 rupees ആയല്ലോ. എത്ര നോട്ട്സ് ആയി? 5 നോട്ട്സും ആയല്ലോ. 100 ആവാൻ ഒരു 10 rupeesഉം കൂടി ഉണ്ട്. അത് 2 5 rupee നോട്ട്സ് ആക്കിയിട്ട് മാറ്റാം കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് 7 ആയി. ടോട്ടൽ എമൗണ്ട് എത്രയായി? 100 ആയല്ലോ. അടുത്തൊരു രീതി എന്ന് പറഞ്ഞാല് 20 rupeeയുടെ 3 നോട്ട്സും 10 rupeeയുടെ 4 നോട്ട്സും ആക്കി മാറ്റാം കേട്ടോ. 20 rupeeയുടെ 3 നോട്ട് പറഞ്ഞാൽ എത്രയായി? 60 rupees ആയി.
10 റുപ്പീസിന്റെ 4 നോട്ട്സ് എന്ന് പറഞ്ഞാൽ 40 ആയി. അപ്പൊ ടോട്ടൽ 100 റുപ്പീസ് ആയി. ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് 7 ആയി കേട്ടോ. അടുത്ത കുട്ടി പറയുന്നത് ഐ ഗോട്ട് 10 നോട്ട്സ് എന്നാണ് കേട്ടോ. 10 നോട്ട്സ് കിട്ടിയെന്നാണ്. അപ്പൊ ഏതായിരിക്കും 10 നോട്ട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 റുപ്പീസ് 10 നോട്ട്സ് ആക്കുക എന്ന് പറഞ്ഞാല് 10ന്റെ അല്ലേ, 10 നോട്ട്സ് ആയാലല്ലേ 100 റുപ്പീസ് ആവാം. അപ്പൊ 10 റുപ്പീസ് ആണ് കേട്ടോ. അപ്പൊ 10 റുപ്പീസ് 10 റുപ്പീസ് 10 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് 10 ടൈംസ് എഴുതുക കേട്ടോ. അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, ഹൗ മച്ച് ഷുഡ് ബി പെയ്ഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ, എത്ര രൂപ കൊടുക്കണം എന്നാണ് കേട്ടോ. അവിടെ നമുക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ₹50 ആണ് ആപ്പിളിന്, ഗ്രേപ്സിന് ₹20 ആണ്, പെന്നിന് ₹10 ആണ് കേട്ടോ. ഗേവ് എ 100 rupee നോട്ട്, ഹൗ മച്ച് വാസ് ഗിവൺ ബാക്ക് എന്നാണ് കേട്ടോ. അതായത് ഒരു 100 രൂപ കൊടുത്തു, എത്ര തിരിച്ചു കൊടുത്തു എന്നാണ് കേട്ടോ. അപ്പൊ എത്രയാണ് വരിക, ടോട്ടൽ പ്രൈസ് എത്രയാ വരിക നോക്കൂ. 50 റുപ്പീസും 20 റുപ്പീസും 10 റുപ്പീസും കൂടി ആഡ് ചെയ്യണം അല്ലെ. 50 റുപ്പീസും പ്ലസ് 20 റുപ്പീസ് പറഞ്ഞാൽ എത്രയായി, 70 ആയി. ദെൻ 70യുടെ കൂടെ ഒരു 10 റുപ്പീസും കൂടി വന്നാല് 80 ആയി അല്ലെ, 80 റുപ്പീസ് ആയി. 100 റുപ്പീസ് കൊടുത്താല് അപ്പൊ ബാക്കി എത്ര തിരിച്ചു കിട്ടുക, 80യുടെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 100 വരിക, 20 അല്ലേ. അപ്പൊ 20 റുപ്പീസ് ആണല്ലേ ബാലൻസ് കിട്ടുക. അപ്പൊ 20 റുപ്പീസ് എന്ന് എഴുതുക കേട്ടോ ബോക്സില്. വെൻ ഷോബിൻ ചേഞ്ച് 100 rupee നോട്ട്, ഹി ഗോട്ട് ഓൾ ദ നോട്ട്സ് ഷോൺ ബിലോ, ഹൗ മെനി നോട്ട്സ് ഓഫ് ഈച്ച് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അതായത് ഷോബിൻ ഒരു 100 rupee നോട്ട് ചേഞ്ച് ചെയ്തു, ചോട്ടിൽ കാണിച്ചിരിക്കുന്ന എല്ലാ നോട്ട്സും അവന് കിട്ടിയെന്നാണ് കേട്ടോ. അവിടെ കാണിച്ചിരിക്കുന്ന നോട്ട്സ് ഏതൊക്കെയാ നോക്കണം. 50 റുപ്പീസിന്റെ 20 റുപ്പീസ് 10 റുപ്പീസ് 5 റുപ്പീസ്. ഹൗ മെനി നോട്ട്സ് ഓഫ് ഈച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓരോ നോട്ട്സും എത്രണ്ണം വീതം എന്നാണ് കേട്ടോ. അവിടെ വാട്ട് ഐ ഫൗണ്ട് എന്നും വാട്ട് മൈ ഫ്രണ്ട് ഫൗണ്ട് രണ്ട് രീതിയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ നോട്ട്സും ഓരോന്ന് വീതം എടുത്തു നോക്കാം കേട്ടോ. അപ്പൊ 150 rupee നോട്ട്, 120 rupee നോട്ട്, ദെൻ 110 rupee നോട്ട്, 15 rupee നോട്ട് എടുക്കാം. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയായി, 50യും 20യും പറഞ്ഞാല് 70 ആയി. 70യുടെ കൂടെ 10 വന്നാല് 80 ആയി. 80ന്റെ കൂടെ 5 വന്നാൽ 85 ആയി അല്ലെ. ഇനി ബാക്കി എത്രയും കൂടി ഉണ്ട്, 100ലേക്ക് 15 റുപ്പീസും കൂടി വേണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 10 റുപ്പീസ് ഒന്നും കൂടി എടുക്കാം, 5 റുപ്പീസ് ഒന്നും കൂടി എടുക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാ വരിക, 150 rupee നോട്ട്, 120 rupee നോട്ട്, 2 10 rupee നോട്ട്സ്, 2 5 rupee നോട്ട്സ്, അങ്ങനെ ചെയ്യാം. ഇനി വാട്ട് മൈ ഫ്രണ്ട് ഫൗണ്ട്, അവിടെ നമുക്ക് 150 rupee നോട്ട് എടുക്കാം, 120 rupee നോട്ട് എടുക്കാം, 110 rupee നോട്ട് എടുക്കാം. എത്ര വരിക, 50യും 20യും എത്രയാ, 70 ആയി അല്ലേ. 70യുടെ കൂടെ 10 വന്നാൽ 80 ആയില്ലേ. 80യുടെ കൂടെ ഇനി 20 റുപ്പീസും കൂടി വേണം അല്ലെ 100 ആവാനായിട്ട്. ആ 20 റുപ്പീസും എന്തായിട്ട് എടുക്കാം, 5 rupee നോട്ട് ആവാം കേട്ടോ. 20 ആവാനായിട്ട് എത്ര 5 റുപ്പീസ് വേണം, 4 5 rupee നോട്ട്സ് വേണം അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ 150 rupee നോട്ട്, 120 rupee നോട്ട്, 110 rupee നോട്ട്, 4 5 rupee നോട്ട്സ്. നെക്സ്റ്റ് വാട്ട് ഓൾ എമൗണ്ട്സ്, ഏതൊക്കെ തുകകൾ എന്നാണ് കേട്ടോ. സപ്പോസ് യു ഹാവ് ഓൺലി വൺ ഓഫ് ഈച്ച് കോയിൻ ഷോൺ, വാട്ട് ഓൾ എമൗണ്ട്സ് ക്യാൻ യു പേ. അതായത് നിങ്ങളുടെ കയ്യില് ഇവിടെ കാണിച്ചിരിക്കുന്ന കോയിൻസുകളിലെ ഓരോ കോയിൻസ് വീതമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഏതൊക്കെ തുകകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന കോയിൻസ് ഏതൊക്കെയാണ്, 1 rupee കോയിൻ ഉണ്ട്, 2 rupee കോയിൻ ഉണ്ട്, 5 rupee കോയിൻ, 10 rupee കോയിൻ. അപ്പൊ അതിൽ ടോട്ടൽ എമൗണ്ട് എത്രയാ വരിക, 10ന്റെ കൂടെ 5 വന്നാൽ 15 ആയി, 15ന്റെ കൂടെ 2 വന്നാൽ 17 ആയി, 17ന്റെ കൂടെ 1 വന്നാൽ 18 ആയി അല്ലെ. ടോട്ടൽ എമൗണ്ട് നമുക്ക് എത്ര പേ ചെയ്യാം, മൊത്തം 18 റുപ്പീസേ പേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഈ കോയിൻസ് വെച്ചിട്ട്. അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് റുപ്പീസ് ആണ് കേട്ടോ. 1 rupee, 2 rupee, 5 rupee, 10 rupee, 100 rupees ഇങ്ങനെ തന്നിട്ടുണ്ട്. സപ്പോസ് യു ഹാവ് ഓൺലി വൺ ഓഫ് ഈച്ച് നോട്ട്, അതായത് ഈ നോട്ടുകളിൽ ഓരോന്നാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. വാട്ട് ഓൾ എമൗണ്ട്സ് മോർ ദാൻ 100 ക്യാൻ യു പേ. 100ന് മുകളിൽ എത്ര തുക നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന റുപ്പീസ് നോക്കുക. 1 റുപ്പീന്റെ, 2 റുപ്പീന്റെ, 5 റുപ്പീന്റെ, 10 റുപ്പീന്റെ, 100 റുപ്പീന്റെ അല്ലെ. അതായത് 100 റുപ്പീനെക്കാട്ടിലും കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കി റുപ്പീസ് ആഡ് ചെയ്താൽ മതി അല്ലെ. എത്ര കൊടുക്കാൻ കഴിയുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 10 rupee പ്ലസ് 5 rupee പ്ലസ് 2 rupees പ്ലസ് 1 rupee അല്ലെ. അപ്പൊ എത്രയാ വരിക, 10ഉം 5ഉം 15 ആയി. 15ന്റെ കൂടെ 2 വന്നാല് 17 ആയി. 17ന്റെ കൂടെ 1 rupee വന്നാല് 18 ആയി അല്ലെ. 100 റുപ്പീസിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് 18 റുപ്പീസ് കൊടുക്കാൻ കഴിയും അല്ലെ. ഫിസിൻ ആൻഡ് ഫിസ ഹാവ് 85 rupees ഇൻ ദയർ മണി ബോക്സ്. വാട്ട് ക്യാൻ ബി ദ നോട്ട്സ് ആൻഡ് കോയിൻസ് ദേ ഹാവ്. അതായത് ഫിസിന്റെയും ഫിസയുടെ കയ്യില് 85 rupees അവരുടെ മണി ബോക്സിലുണ്ട്. ഏതൊക്കെ നോട്ട്സും കോയിൻസും ആയിരിക്കും അവരുടെ കയ്യിൽ ഉള്ളത്, അതുപോലെ തന്നെ എത്രണ്ണം വീതം വെച്ചിട്ട് ഉണ്ടാവും എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ എഴുതണം, വാട്ട് ഐ ഫൗണ്ട്, വാട്ട് മൈ ഫ്രണ്ട് ഫൗണ്ട്, അങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പൊ 150 rupee നോട്ട്, 120 rupee നോട്ട്, 110 rupee നോട്ട്, 5 rupee നോട്ട്, ഇത്രയായി 85 ആയല്ലോ. വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, 150 rupee നോട്ട്, ദെൻ 3 10 rupee നോട്ട്സ് എടുക്കാം. അപ്പൊ എത്രയായി, 80 ആയി. ദെൻ 1 5 rupee നോട്ടും ആക്കാം കേട്ടോ. 150 rupee നോട്ട്, 3 10 rupee നോട്ട്സ്, 1 5 rupee നോട്ട്. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു.
നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂണിറ്റുമായിട്ട് കാണാം. ഓക്കെ, ബൈ.